കുഞ്ഞു മക്കളേ, എന്തൊക്കെയുണ്ട് വിശേഷം? കഥകളൊക്കെ കേട്ടായിരുന്നോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മണലിന്റെയും കല്ലിന്റെയും കഥയാണ്. കേട്ടാലോ? ഒരിക്കൽ രണ്ട് ഉറ്റ സുഹൃത്തുക്കളായ രോഹനും അർജുനും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വിശ്രമിക്കാൻ പറ്റിയ ഒരു ഗ്രാമം തേടി അവർ ദിവസങ്ങളോളം നടക്കുകയായിരുന്നു. കത്തുന്ന സൂര്യൻ അവരുടെ ചർമ്മത്തെ പൊള്ളിച്ചു. കണ്ണെത്താ ദൂരത്തോളം അനന്തമായ മണൽത്തിട്ടകൾ പരന്നുകിടന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ശരിയായ ദിശയെക്കുറിച്ച് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹൻ കോപത്തോടെ അർജുനെ അടിച്ചു. അർജുന് പരിക്കേറ്റു. പക്ഷെ അർജുൻ ഒന്നും പറഞ്ഞില്ല. പകരം അവൻ കുനിഞ്ഞ് മണലിൽ എന്തോ എഴുതി. ഇന്ന് എന്റെ ഉറ്റ സുഹൃത്ത് എന്നെ അടിച്ചു. രോഹന് കുറ്റബോധം തോന്നിയെങ്കിലും മൗനം പാലിച്ചു. അവർ യാത്ര തുടർന്നു. ആ വൈകുന്നേരം തണുത്ത കുളമുള്ള ഒരു ചെറിയ മരുപ്പച്ച അവർ കണ്ടെത്തി. സന്തോഷത്തോടെ അവർ വെള്ളത്തിനടുത്തേക്ക് ഓടി. അർജുൻ അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൻ ഒരു പാറയിൽ കാലിടറി കുളത്തിലെ ആഴമേറിയ ഭാഗത്തേക്ക് വീണു. അവൻ കഷ്ടപ്പെട്ടു. പക്ഷെ രോഹൻ പെട്ടെന്ന് ചാടി അവനെ രക്ഷിച്ചു. അർജുൻ സുഖം പ്രാപിച്ചപ്പോൾ ഒരു വലിയ കല്ല് അവർ കണ്ടു. അതിൽ അർജുൻ എന്തോ കൊത്തിയെടുക്കാൻ തുടങ്ങി. ഇന്ന് എന്റെ ഉറ്റ സുഹൃത്ത് എന്റെ ജീവൻ രക്ഷിച്ചു. രോഹന് കൗതുകം തോന്നി. അവൻ ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ മണലിൽ എഴുതി. പക്ഷെ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ അത് കല്ലിൽ കുത്തിയെടുത്തല്ലോ. എന്തുകൊണ്ട്? അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ അടിച്ചു. അത് തീർച്ചയായും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അത് മണലിൽ എഴുതി. പക്ഷേ നീ പോയി ആ മണലിൽ നോക്കിയാൽ എഴുതിയ അക്ഷരങ്ങൾ കാണില്ല. പക്ഷേ ഞാൻ കല്ലിൽ കൊത്തിയ നല്ല കാര്യം എന്നേക്കുമായി നിലനിൽക്കും. ഗുണപാഠം: നമ്മൾ മോശം കാര്യങ്ങൾ മറന്ന് നല്ല കാര്യങ്ങൾ ഓർമ്മിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.